നമസ്കാരം ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ബലിപെരുന്നാൾ നമസ്കാരത്തിന് കർശന നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ. പെരുന്നാൾ നമസ്കാരം അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ നടത്താവൂവെന്ന് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മസ്ജിദുകളിൽ മാത്രമായിരിക്കണം നമസ്കാരം നടത്തേണ്ടത്. റോഡുകളിൽ നമസ്കാരം പാടില്ല. റോഡുകളിൽ ബ്ലോക്ക് ചെയ്തുള്ള നമസ്കാരം തടയും. കൂടാതെ ബലിയറുക്കുന്നത് അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ നടത്താവൂവെന്നും നിർദ്ദേശമുണ്ട്. പെരുന്നാൾ ദിനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുമെന്നും സർക്കാർ അറിയിച്ചു. ആരെങ്കിലും ഇവ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം യോഗിയെ എത്രമാത്രം അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് BJP തകർന്നു എന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയതിൽ നിർണായകമായതും സാഹചര്യങ്ങളെ ഗതിതിരിച്ചുവിട്ടതും ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിയുടെ സഖ്യ നീക്കങ്ങളും വിജയവുമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. BJPക്ക് ഇവിടെയുണ്ടായ പരാജയം രാജ്യത്തെ BJPയിൽ തന്നെ ഉണ്ടാക്കിയ കോളിളക്കം അത്രമാത്രം വലുതായിരുന്നു. മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വക്താക്കളായി മാറിയാൽ ഏത് വർഗീയ ശക്തികളെയും കെട്ടുകെട്ടിക്കാൻ സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം. BJPക്കേറ്റ പരാജയത്തോടെ കുറച്ച് വർഷങ്ങളായി ഉടലെടുത്ത മോദി യോഗി യുദ്ധം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ കൂടുതൽ വർഗീയത കാണിച്ചാൽ മാത്രമേ അണികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് ഇരുവരെയും കടുത്ത മുസ്ലിം വിരുദ്ധ നീക്കങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ലോകത്തെ ഒരു രാജ്യത്തിന്റെയും ഭരണാധികാരി ഇത്രമാത്രം അധപ്പതിച്ചിരുന്നില്ല. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞ മോദിയെ കടത്തിവെട്ടാൻ ബലിപെരുന്നാളിനെയും പാവനമായ നിസ്കാര ചടങ്ങിനെയും ആയുധമാക്കിയിരിക്കുകയാണ് യോഗി. മുസ്ലിം കേന്ദ്രങ്ങളിലാകെ ജയിച്ചത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായിരുന്നു. ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത മുസ്ലിങ്ങൾക്ക് മുട്ടൻ പണി കൊടുക്കുക എന്ന ലക്ഷ്യവുമുണ്ട് യോഗിക്ക്. അല്ലെങ്കിൽ പിന്നെ രാജ്യത്ത് കാലാകാലങ്ങളായി നടക്കുന്ന ആചാരങ്ങൾ തടയാൻ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇമാതിരി നാണം കെട്ട വർഗീയ നിലപാടുകളാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടാൻ കാരണമായത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ BJPയുടെ വാട്ടർലൂ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നത് ഉറപ്പ്.